ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറി അല്ലെങ്കിൽ ഒരു തൈര് കറിയാണ്. അപ്പോൾ ഈ കറിക്ക് തേങ്ങയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക്, ഒരു 3 പിഞ്ച് ഉലുവ ചേർത്ത് പൊട്ടിക്കുക. ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും ചേർത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കത്തില്ല. അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒന്ന് വാടി അത്യാവശ്യം ഒന്ന് വഴണ്ടു വരണം. അത്രയും മതി. ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ അതങ്ങ് വഴണ്ടു വരും. ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാകത്തിന് ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു പൊടിയേറ്റവും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളി ചേർത്ത് അതും ഒന്ന് വെന്ത് വരണം. പെട്ടെന്ന് തക്കാളി പഴമായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് വന്നോളൂ. അത്രയായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് ഈ കറിക്ക്. അതിനുശേഷം തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ആ ചട്ടിയുടെ ചൂടുകൊണ്ട് നമ്മുടെ തൈരങ്ങ് പിരിഞ്ഞു പോകും. പിന്നീട് ഒരു ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടോ നന്നായിട്ട് അടിച്ച തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ആ കറി അങ്ങ് റെഡി ആയിക്കോളും. പിന്നീട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വിളമ്പാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പമല്ലേ, തേങ്ങയൊന്നും അരയ്ക്കേണ്ടാത്ത എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.